ഉത്രാട നക്ഷത്രക്കാർ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. നാച്ചുറലി നല്ല അതോറിറ്റി ഉണ്ട്. മറ്റുള്ളവർ നിങ്ങളെ സ്വാഭാവികമായിട്ടും റെസ്പെക്റ്റ് ചെയ്യും. സ്ലോ ആണ് നിങ്ങളുടെ സക്സസ് എല്ലാം, പക്ഷെ പെർമനൻ്റ് ആയിരിക്കും. നിങ്ങളുടെ വളർച്ച കുറച്ച് വൈകിയേ നടക്കാറുള്ളൂ, പക്ഷെ നേടിയാൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. സ്ട്രോങ് റെസ്പോൺസിബിലിറ്റിയാണ്. ഫാമിലിയിൽ, കരിയറിൽ എല്ലാം സീരിയസ് ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ. ഉത്തരവാദിത്തം നല്ല കൂടുതലായിരിക്കും. നല്ല ഹോണസ്റ്റാണ്. നല്ല ഡിസിപ്ലിനുള്ള ലൈഫുമാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് നേച്ചറാണ്. അതുകൊണ്ട് പലരും നിങ്ങളെ വെറുക്കാറുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മടിയില്ല. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതും ഒരു പ്രശ്നം തന്നെയാണ്. സെൽഫ് റെസ്പെക്റ്റ് നന്നായിട്ട് വേണം. ആരെങ്കിലും അപമാനിച്ചാൽ നിങ്ങളത് സഹിക്കില്ല, അതൊട്ട് മറക്കൂല്ല. സ്വന്തം വാല്യൂ എന്താണെന്ന് നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. ഫൈനാൻഷ്യൽ നേച്ചറാണ്. സേവിങ് ഹാബിറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. ലോങ് ടേം ആയിട്ടുള്ള അസറ്റുകൾ നിങ്ങൾ നന്നായിട്ട് ബിൽഡ് ചെയ്യും. നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ ടു ബോൺ നേച്ചറാണ്. പെട്ടെന്ന് കലഹം ഉണ്ടാക്കും. ഈഗോ കാരണം റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവും. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഹാർഡ് വർക്ക് നല്ല കൂടുതലായിട്ട് ചെയ്തു, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്രീസിയേഷനോ റെക്കഗ്നിഷനോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പ്രമോഷനും അതൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്ത് ഡിലേ ആയിട്ടുണ്ടാവും. ഒക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫാമിലിയിൽ എക്സ്പെൻസ് കൂടിപ്പോയി. ഫിനാൻഷ്യലി നല്ല പ്രഷർ ഫീൽ ചെയ്തിരിക്കാം. റിലേഷൻഷിപ്പിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈഗോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാനസികാവസ്ഥ കുറച്ച് സ്ട്രെസ് കൂടുതൽ തന്നെയായിരുന്നു. റെസ്പോൺസിബിലിറ്റി നല്ല ഓവർലോഡ് പോലെ തന്നെയായിരുന്നു. എൻ്റെ സമയം എപ്പോൾ വരും എന്നൊരു ചിന്ത നന്നായിട്ടുണ്ടായിരുന്നു. മാർച്ച് 2026 കരിയറിൽ ആദ്യം നല്ല ഹാർഡ് വർക്കും ബിസിയൊക്കെ തന്നെയായിരിക്കും. എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയും വരും. മാനേജ്മെന്റ് വർക്ക് നന്നായിട്ട് തന്നെ കൂടും. സെക്കൻഡ് ഹാഫിലാണ് അതോറിറ്റി കുറച്ച് ഇൻക്രീസ് ആവുള്ളൂ. പ്രമോഷന്റെ കാര്യങ്ങളൊക്കെ സംസാരവും അതിന്റെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ സെക്കൻഡ് ഹാഫിലാണ് ഉണ്ടാവുക. ഗവൺമെന്റ് പെർമനന്റ് ജോബിലുള്ളവർക്കൊക്കെ നല്ലൊരു ന്യൂസ് സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ മാർച്ച് 20 ശേഷം തീരുമാനം എടുക്കുക. ബിസിനസ് ചെയ്യുന്നവരായിരിക്കുമ്പോൾ സ്ലോ ആണ്, പക്ഷെ സ്റ്റേബിൾ ആയിട്ട് തന്നെ ഉയരും. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് നന്നായിട്ട് തന്നെ പോവും. അതിന് പ്രശ്നമൊന്നുമില്ല. മാസ അവസാനം ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 15 ദിവസം എക്സ്പെൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. മാർച്ച് 22 ശേഷം സ്റ്റെബിലിറ്റി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. പെൻഡിങ് മണി കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടിയില്ലെങ്കിൽ ചോദിക്കുന്നത് നല്ലതാണ്. പ്രോപ്പർട്ടി, അസറ്റ് പ്ലാനിങ് ഇതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പ്രോപ്പർട്ടി, അസറ്റ് ഒക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ മാർച്ച് ലാസ്റ്റ് വീക്കിന് വെക്കുന്നത് നല്ലതായിരിക്കും. റിലേഷൻഷിപ്പിൽ ഈഗോ എന്തായാലും അവോയ്ഡ് ചെയ്യണം. പാർട്ട്ണർക്ക് നിങ്ങളൊരു ടൈം കൊടുക്കും. സെക്കൻഡ് ഹാഫിൽ അണ്ടർസ്റ്റാൻഡിങ് അപ്പം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഫാമിലി ആയിട്ടുള്ള ബോണ്ടിങ് ഒക്കെ നല്ല സ്ട്രോങ് തന്നെയാവും. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഫാമിലിയിലൂടെ ഒരു മാരേജ് പ്രപ്പോസൽ വരും. ഫാമിലി റെസ്പോൺസിബിലിറ്റി എന്തായാലും ഫസ്റ്റ് ഹാഫിൽ എന്തായാലും കൂടും. മാസം അവസാനം ഒരു ഫംഗ്ഷൻ ഒക്കെ പങ്കെടുക്കാം. ഒരു ഗുഡ് ന്യൂസ് എന്തായാലും ഉണ്ടാവും. ഹെൽത്ത് നോക്കുമ്പോൾ BP പ്രോബ്ലം ഉണ്ട്. വിറ്റാമിൻ ഡെഫിഷ്യൻസിയും പ്രോബ്ലം ആയിട്ട് കണ്ട് പ്രോപ്പർ റെസ്റ്റ് ആവശ്യമാണ്.